ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ ഫുഡ്, ഫർണിച്ചർ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, പിന്നെ മെഡിക്കൽ സാധനങ്ങൾ. ഇതൊക്കെ വളരെ കൃത്യമായി മാനേജ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം. ഇതാണ് ബേസിക്കലി വെയർഹൗസ് മാനേജ്മെന്റ്. ഇവിടെയാണ് ബിസിനസ്സുകൾ വിൽക്കാൻ വെക്കുന്ന പ്രൊഡക്റ്റ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതൊരു റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. അനേകായിരം പ്രൊഡക്ട്സ് വളരെ കൃത്യമായി സൂക്ഷിച്ച് ലേബൽ ചെയ്ത് സീൽ ചെയ്താണ് ഇവിടെ വെക്കുന്നത്. സങ്കീർണ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല ഇവിടെ കാണാമെങ്കിലും നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. റിസീവിംഗ്, സ്റ്റോറേജ്, പിക്കിംഗ്, പാക്കിംഗ് ആൻഡ് ഷിപ്പിംഗ്. റിസീവിംഗ്, പുതിയ സാധനങ്ങൾ കൃത്യമായി ലേബൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രോസസ്സാണ് റിസീവിംഗ്. സ്റ്റോറേജ്, നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്ട്സ് അത് ഏറ്റവും സേഫ് ആയിട്ടും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോസസ്സ്. പിക്കിംഗ്, ഇവിടെ ആവശ്യമുള്ള പ്രൊഡക്ട്സ് അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് പിക്കിംഗ്. പാക്കിംഗ്, ഈ പിക്ക് ചെയ്ത സാധനം കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ടീമിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് പാക്കിംഗ്. ഷിപ്പിംഗ്, ആഫ്റ്റർ പാക്കിംഗ് the products will be delivered to the customers depends upon the order. നമ്മൾ അറിയാതെ പോകുന്ന ഈ വെയർഹൗസിന്റെ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അവശ്യ സാധനങ്ങളുടെയും മറ്റു സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ വെയർഹൗസിന്റെ പങ്ക് വളരെ നിർണായകമാണ്. വെയർഹൗസിനെ കുറിച്ചും അവിടെ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടണം. അതിനാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ. എന്നാൽ ഒരു കാര്യമുണ്ട്, എല്ലാ വെയർഹൗസും ഒരുപോലെയല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദ പ്രൊഡക്ട്സ് വെയർഹൗസും മാറും. ഫോർ എക്സാമ്പിൾ ഫുഡ് ആയാലും മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയാലും ഇതൊക്കെ വേറെ വേറെ വെയർഹൗസിലേക്കായിരിക്കും പോകുന്നത്. മാത്രമല്ല ഇ കോമേഴ്സിന്റെ വലിയ വളർച്ച കാരണം ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് വെയർഹൗസ് മാനേജ്മെന്റ്. നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രൊഡക്റ്റിനെങ്കിലും ഒരു വെയർഹൗസ് മാനേജ്മെന്റിന്റെ കഥ പറയാനുണ്ടാകും. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.